അക്കോക്ക് ബിഷപ്പ് രഹിത കായംകുളത്തിനായുള്ള സെന്റ് മേരീസ് സ്കൂളിന്റെ പാഥേയം പദ്ധതി ഒരു വർഷം പിന്നിടുന്നു. സ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ എല്ലാ വ്യാഴാഴ്ചയും സ്കൂളിൽ നിന്ന് ഉച്ചഭക്ഷണ പൊതി ഭക്ഷണ അലമാരയിൽ എത്തിക്കുന്ന പദ്ധതിയാണ് പാഥേയം. ആക്കോക്ക് ബിഷപ്പ് രഹിത കായംകുളത്തിനായുള്ള കായംകുളം സെന്റ് മേരീസ് സ്കൂളിന്റെ പാഥേയം പദ്ധതി ഒരു വർഷം പിന്നിടുന്നു. സ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ എല്ലാ വ്യാഴാഴ്ചയും ഉച്ചഭക്ഷണ പൊതി ഭക്ഷണ അലമാരയിൽ എത്തിക്കുന്ന പദ്ധതിയാണ് പാഥേയം. 2000-ഓളം ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്യാനായിട്ടുണ്ടെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. അക്കോക്കിന്റെ ബിഷപ്പ് രഹിത അലമാരയിലേക്ക് കായംകുളം സെന്റ് മേരീസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ ആഴ്ചയിൽ എല്ലാ വ്യാഴാഴ്ചകളിലും ഉച്ചഭക്ഷണം നൽകി വരുന്നു. പാഥേയം എന്ന പേരിൽ ഞങ്ങൾ നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിൽ ഞങ്ങളുടെ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും ഇതിൽ പങ്കാളികളാകുന്നു. സഹജീവികളോടുള്ള സ്നേഹം പ്രകടമാക്കാനുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വേദിയാണ് ഞങ്ങൾക്ക്. കഴിഞ്ഞ ഒരു വർഷക്കാലം ഞങ്ങൾ ഈ പദ്ധതി നടപ്പിലാക്കി. 2ാം വർഷം ഞങ്ങളുടെ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞങ്ങൾ കായംകുളത്ത് വിശപ്പ് രഹിത അലമാരയുടെ സമീപത്ത് അനേകം വിശന്ന് വലഞ്ഞു വരുന്ന അനേകർക്ക് ആകുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നത്. ഞങ്ങളുടെ സെന്റ് മേരീസ് സ്കൂളിൻ്റെ ഏറ്റവും മനോഹരമായൊരു പദ്ധതിയായിട്ട് ഞങ്ങൾ ഇതിനെ കാണുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും എല്ലാ ആഴ്ചകളിലും ഇതുമായിട്ട് മുന്നോട്ട് പോകുവാനാണ് ഞങ്ങൾ സ്കൂൾ മാനേജ്മെൻറ്റും PTA-യും ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ വർഷം മുതൽ തന്നെ ഞങ്ങൾ ആരംഭിച്ചു വരുന്ന ഈ ഒരു പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം സഹജീവികളോടുള്ള കരുതലും അതുപോലെ തന്നെ വിശന്ന് വരുന്നവർക്കുള്ള ഭക്ഷണവും തന്നെയാണ്. എല്ലാ വ്യാഴാഴ്ചകളിലും ഞങ്ങൾ സ്കൂളിലെ ഓരോ ക്ലാസ്സിലെ ഒരുപാട് കുട്ടികൾ വീതം 10-40 പൊതികൾ ഇവിടെ എത്തിക്കാറുണ്ട്. അക്കോക്ക് എന്ന പ്രസ്ഥാനം 5.5 വർഷക്കാലമായി വഴിയോരങ്ങളിൽ വിശന്നലയുന്നവർക്ക് ഭക്ഷണം, ഹോസ്പിറ്റലൈസ് ആയവർക്ക് ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ ഏറ്റവും കൂടുതൽ 1.5 വർഷക്കാലമായി സെൻറ്റ് മേരീസിലെ ദീപ്തി സിസ്റ്ററിൻ്റെ നേതൃത്വത്തിൽ കുഞ്ഞുങ്ങൾ ഭക്ഷണം എത്തിച്ചു തരുന്നുണ്ട്. എല്ലാ വ്യാഴാഴ്ചയും ഞങ്ങൾക്ക് എത്തിച്ചു തരുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ വെക്കേഷൻ ആയിട്ട് പോലും അവിടുത്തെ അധ്യാപകരും ദീപ്തി സിസ്റ്ററുടെ നേതൃത്വത്തിലുള്ള അധ്യാപകർ ഞങ്ങൾക്ക് എല്ലാ വ്യാഴാഴ്ചയും ഭക്ഷണം എത്തിച്ചു തരുന്നുണ്ടായിരുന്നു. കുട്ടികളിൽ മാനവസ്നേഹം വളർത്തുന്നതിനും സഹജീവികളോട് കരുണ കാണിക്കുന്നതിനും ലക്ഷ്യം വെച്ചുള്ള പദ്ധതിയാണ് പാഥേയം. സ്കൂളിലെ PTA, MPTA എന്നിവയുടെ സഹായവും ഇതിന് ലഭിക്കുന്നുണ്ട്. 2 മാസക്കാലം സ്കൂൾ അവധിയായിരുന്നപ്പോഴും മുടങ്ങാതെ ഭക്ഷണം എത്തിക്കുന്നതിന് സ്കൂൾ മാതൃകയായിട്ടുണ്ട്. പ്രിൻസിപ്പൽ സിസ്റ്റർ ദീപ്തിയുടെ നേതൃത്വത്തിൽ അടുത്ത ഒരു വർഷത്തേക്കും പാഥേയം പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. CDNet ന്യൂസ്, കായംകുളം.